മക്കൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. പക്ഷെ എന്നിട്ടും ഭാര്യ പറഞ്ഞിട്ട് ഭർത്താവ് കേട്ടിട്ടുണ്ട് ബൈബിളിൽ. ഭാര്യയുടെ വാക്ക് ദൈവത്തിന്റെ വാക്കിനേക്കാൾ കേട്ടതുകൊണ്ട് ആദാമിനും മാനവജാതിക്കെല്ലാം ശാപം വന്നിരിക്കെ അബ്രഹാമിന്റെ കേസിൽ ദൈവം പറഞ്ഞു, അബ്രഹാമേ നീയാണ് ഭർത്താവ്, പക്ഷേ ദാസിയുടെയും കൊച്ചിന്റെയും കാര്യത്തിൽ സാറയുടെ വാക്ക് കേൾക്കുക. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അബ്രഹാമിന് തന്റെ ദാസിയെ കൊടുത്തത് സാറയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് പറയാൻ അധികാരമുണ്ട്. രണ്ടാമത്, അത് വിട്ടാലും അവള് പറഞ്ഞതിന് കർത്താവ് ഉറപ്പിച്ചു, ഇപ്പൊ കൺഫേമായി. ഇനി മാതാപിതാക്കളെ മക്കള് ബഹുമാനിക്കണമെന്നിരിക്കുമ്പോൾ തന്നെ കാളകളിക്ക് പോയ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ദൈവം പറഞ്ഞു ലേവിയോട് വെട്ടിക്കോളാൻ പറഞ്ഞു. അവനെക്കുറിച്ച് പറയുന്നത്, അവൻ മാതാപിതാക്കളെന്ന് അവരെക്കുറിച്ച് ഓർത്തില്ല, സ്വന്തം മക്കളെന്ന് വിചാരിച്ചില്ല, അവൻ വെട്ടി. 30 ലക്ഷം ജനം നശിക്കാതിരിക്കാൻ കാളകളിക്ക് പോയവരെ ഒരു 3000 പേര് ലേവി വെട്ടി. ദൈവം അവനെ അപ്രിഷ്യേറ്റ് ചെയ്തു, അതിൻ്റെ പേരിൽ മാനിച്ചു. കൊല്ലരുതെന്ന് കൽപ്പനയിരിക്കെ ഫിനെഹാസ് ദുർനടപ്പിന് പോയവരെ കൊത്തിക്കൊന്നു. ദൈവം അവനത് നീതിയായി കണക്കിട്ടു. അപ്പോൾ അക്ഷരം അനുസരിച്ച് മുന്നോട്ട് പോകാൻ പോയാൽ നമുക്ക് ശരി ചെയ്യാൻ പറ്റാതെ വരും. കർത്താവിൻ്റെ ശരിയിൽ നിന്ന് നമ്മൾ അകന്നു പോകും. അതുകൊണ്ട് വചനം പറയുന്നു, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ആത്മാവിലാകണം. കർത്താവിനായി കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, പരിശുദ്ധാത്മ സ്വരമനുസരിച്ച് മുന്നോട്ട് പോകണം, കർത്താവിൻ്റെ ശരികൾ ചെയ്യാം. അത് അനുഗ്രഹമാവും, കുടുംബത്തിന് അനുഗ്രഹമാവും, സമൂഹത്തിന് അനുഗ്രഹമാവും, സഭയ്ക്ക് അനുഗ്രഹമാവും, അതുകൊണ്ട് തന്നെ ലോകത്തിന് അനുഗ്രഹമാവും.